മികവ് 2025 എന്ന പേരിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ഇത്തവണ SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം PS സുബാൽ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ചവിട്ടുപടിയാണെന്നും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള വളർച്ചയും വികാസവും പുരോഗതിയും എല്ലാം തന്നെ വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉദ്ഘാടന വേളയിൽ സുബാൽ MLA പറഞ്ഞു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. വരും പരീക്ഷകളിലും ഏറ്റവും മികവാർന്ന വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസകൾ നേരുകയാണ്. ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. അത് ഏറ്റവും മികച്ച നിലയിലാണ് ക്യാഷ് അവാർഡോടുകൂടി പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. അത്തരത്തിൽ പഞ്ചായത്ത് സമിതി എടുത്ത തീരുമാനം നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രോത്സാഹനം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. അത്തരമൊരു തീരുമാനം കൈക്കൊണ്ട് ഇത്തരം അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്ന ഏരൂർ ഗ്രാമപഞ്ചായത്ത് സമിതിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് നാളെ വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സന്തോഷിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. നമ്മുടെ നാടിൻ്റെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവൻ്റെ വളർച്ചയും അവൻ്റെ വികാസവും അവൻ്റെ പുരോഗതിയും എല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ മാത്രമേ നേടുവാൻ കഴിയൂ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്ത് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് രാജീവ് V. സ്വാഗതം പറഞ്ഞു. അറിവ് സമ്പാദിക്കൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ കഴിവുകളെ പരിപോഷിപ്പിച്ച് മികച്ചതിനെ പുറത്തു കൊണ്ടുവരിക എന്നാണ് വിദ്യാഭ്യാസം എന്നതിന് ഗാന്ധിജി നൽകിയിരിക്കുന്ന നിർവചനം. ഗാന്ധിജി മാത്രമല്ല, നമുക്കറിയാം മഹാന്മാരെല്ലാം വിദ്യാഭ്യാസത്തെക്കുറിച്ച് നൽകിയ നിർവചനത്തിൻ്റെ ചുരുക്കം ഒരു വ്യക്തിയുടെ സമഗ്ര വികസനം തന്നെയാണ്. അത്തരത്തിൽ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ വിദ്യാലയങ്ങളാക്കി മാറ്റി ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുക മാത്രമല്ല, സിലബസ് പരിഷ്കരണം, കരിക്കുലം പരിഷ്കരണം തുടങ്ങിയവയിലൂടെ മികച്ച വിദ്യാലയങ്ങളാക്കി അല്ലെ മികച്ച വിദ്യാർത്ഥികളാക്കി ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും അതിന് തുല്യ പ്രാധാന്യം നൽകുന്ന പ്രാദേശിക സർക്കാരുകളുമാണ് നമുക്കുള്ളതെന്നത് ഏറെ അഭിമാനകരമാണ്. മുരളിയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും പഞ്ചായത്ത് നൽകിയ മൊമന്റോയുമാണ് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ T. അജയൻ, സുമൻ ശ്രീനിവാസൻ, MB നസീർ, ചിന്നു വിനോദ്, മഞ്ജുലേഖ, ഫൗസിയ ഷംനാദ്, മഞ്ജു SR, സുജിത അജി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ദൈനംദിനം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് സ്കൂളുകളിൽ പഠിക്കാൻ പുസ്തകം ഇല്ലായിരുന്നു. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? മുന്നേ പഠിച്ചവരുടെ പുസ്തകമൊക്കെ വാങ്ങിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടുന്ന പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ യൂണിഫോം, വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും. അധ്യാപകരുണ്ടായിരുന്നില്ല സ്കൂളുകളിൽ. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ അധ്യാപകരുടെ ഒഴിവുണ്ടെങ്കിൽ അതെല്ലാം നികത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, ഈ പ്രാവശ്യം മുതൽ സ്കൂൾ തുറക്കുമ്പോൾ 2 ആഴ്ചക്കാലം കുട്ടികളെ വെറും പുസ്തക പുഴുക്കളാക്കി മാറ്റാതെ 2 ആഴ്ചക്കാലം അവരെ സമൂഹവുമായി എങ്ങനെ ഇടപെട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ മറ്റ് കഴിവുകൾ എങ്ങനെ നമുക്ക് ആരെല്ലാം എന്തെല്ലാം കഴിവുകളുണ്ടെന്നുള്ള പ്രകടിപ്പിച്ച് അത് തരംതിരിച്ച് മനസ്സിലാക്കുന്നതിന്
തൊഴിൽ മേഖലകളിലേക്ക് തിരിക്കുന്നതിന് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, കുട്ടികളുടെ കഴിവുകൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അവരെ സമൂഹത്തേക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.